സോ സൈക്കോളജിയുടെ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ക്വിക്കായിട്ടൊന്ന് നോക്കിപ്പോവാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 2 മാർക്സ്. പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ എന്താണ്? ഡേവിഡ് ഓസ്വെലിൻ്റെ സബ്സംഷൻ തിയറിയിലെ ഓഫ് മീനിങ് ഫുൾ ലേണിങ്ങിൻ്റെ ഒരു ഭാഗമാണ് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ. ഈ കോൺസെപ്റ്റ് പറയുന്നത് നമുക്കൊരു എക്സിസ്റ്റിംഗ് നോളേജ് സ്ട്രക്ചർ ഉണ്ടാവും നമ്മുടെ മൈൻഡിൽ ഓൾറെഡി. നമുക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടാവും. പുതിയൊരു കോൺസെപ്റ്റോ ഇൻഫർമേഷനോ വരുമ്പോൾ നമ്മൾ ആ എക്സിസ്റ്റിംഗ് നോളജ് സ്ട്രക്ചറിലേക്ക് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ന്യൂ കോൺസെപ്റ്റ്സ് ഓർ ഇൻഫർമേഷൻ ആർ ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു ദ എക്സിസ്റ്റിംഗ് നോളജ് സ്ട്രക്ചർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? പ്രോഗ്രസീവ്ലി അതിനെ ഇലാബറേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഫ്രം ദ ജനറൽ കോൺസെപ്റ്റ്സ് ടു മോർ സ്പെസിഫിക് ഡീറ്റെയിൽസ്. ഒരു എക്സാമ്പിളിലൂടെ നോക്കും. ഇപ്പോൾ നമ്മൾ ആദ്യം കുട്ടികൾക്ക് ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്. ആനിമൽസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്ത് മാമൽസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രോഗ്രസീവായിട്ട്, അത് ഒറ്റയടിക്ക് നമ്മളിത് പറയാതെ ആദ്യം ഒരു ജനറൽ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൽ നിന്ന് പിന്നീട് സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഈ ചെയ്തത് പോലും എന്താണ്? പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ആണ്. ആദ്യം ജനറലായിട്ട് എന്താണെന്ന് പറഞ്ഞു, പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സാമ്പിൾസ് ത്രൂ പഠിപ്പിക്കുന്നു. അതാണ് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ. ലോ ഓഫ് ട്രാൻസ്ഫർ ബൈ ജൂഡ്. ഇപ്പോൾ ജൂഡ് പറഞ്ഞ ഒരു തിയറിയാണ്, ആസ് എ ലോ ഓഫ് ട്രാൻസ്ഫറിനെയാണ് ദ തിയറി ഓഫ് ജനറലൈസേഷൻ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണ്? ലേണർ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ദ അണ്ടർലൈങ് പ്രിൻസിപ്പിൾസ് ഓർ ജനറലൈസേഷൻസ് ഓഫ് എ ടാസ്ക്. അതായത് അവർ പഠിച്ചൊരു പ്രിൻസിപ്പിളോ അത് എന്തുമായി റിലേറ്റ് ചെയ്തതാവും, അല്ലെങ്കിൽ ഒരു ടാസ്കോ അവരൊരു പുതിയ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നു. അതായത് ഇപ്പോൾ പേഴ്സൻറ്റേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു കുട്ടി പഠിക്കുമ്പോൾ അത് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, വേണമെങ്കിൽ ഒരു ഷോപ്പിൽ പോയിട്ട് എത്ര ഡിസ്കൗണ്ട് അവർ തന്നു, എത്ര വാങ്ങണം, അങ്ങനെയൊക്കെ നോക്കാം. പിന്നെ ജേംസ് ആൻഡ് ഹൈജീനെ കുറിച്ച് ഒരു ബയോളജി പഠിക്കുമ്പോൾ ഹാൻഡ് വാഷ് ചെയ്യുക, എങ്ങനെ ഡിസീസ് പ്രിവെൻഷനൊക്കെ നടത്തണമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ തിയറി ഓഫ് ജനറലൈസേഷൻ ഓഫ് എക്സ്പീരിയൻസ് എന്താ പറയുന്നത്? നമ്മൾ പഠിച്ച ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോളജിൽ നിന്നും നമ്മളത് പുതിയ സിറ്റുവേഷനിലേക്ക്, പ്രാക്ടിക്കൽ സൈഡിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ജൂഡിൻ്റെ ലോ ഓഫ് ട്രാൻസ്ഫർ. ഇനി വാട്ട് ഈസ് മെൻ ബൈ സബ്സ്യൂമർ? ഇപ്പോൾ സബ്സ്യൂമർ നേരത്തെ തന്നെ ഇവിടെ കണ്ടു അല്ലേ, സബ്സംഷൻ തിയറിയുടെ ഒരു ഭാഗമാണ് സബ്സ്യൂമർ. അപ്പോൾ സബ്സ്യൂമർ എന്ന് പറയുന്നത് ലേണറിൻ്റെ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിൽ ഓൾറെഡി പ്രീ എക്സിസ്റ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫ്രെയിംവർക്ക്. Subsumer is a pre-existing concept or framework in a learner's cognitive structure that acts as an anchor for integrating new information. നമ്മുടെ ഉള്ളിൽ ഓൾറെഡി കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ അതൊരു പ്രീ എക്സിസ്റ്റിംഗ് കോൺസെപ്റ്റ് ഓർ ഫ്രെയിംവർക്കാണ്. അപ്പോൾ പുതിയ ഇൻഫർമേഷൻ വരുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുന്നു? ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇത് ഓസുബെലിൻ്റെ തിയറിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് മീനിങ് ഫുൾ ലേണിംഗ് ഒക്കെ ചെയ്യുന്നത് ഈ ന്യൂ നോളജും അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സബ്സ്യൂമർ അല്ലെങ്കിൽ ദ പ്രീ എക്സിസ്റ്റിംഗ് കോൺസെപ്റ്റ് ഓർ ഫ്രെയിംവർക്കിനോട് കണക്റ്റഡ് ആവുമ്പോഴാണ്. അപ്പോഴാണ് ഒരാൾക്ക് റിലേറ്റ് ചെയ്ത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് നോളജ് സിസ്റ്റത്തിലേക്ക് ഇതൊക്കെ കോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നേരത്തെ എക്സാമ്പിളാണ് ഇപ്പം ലിവിങ് വിങ്സ് പഠിപ്പിക്കുന്നു, പിന്നെ മാമൽസിൻ്റെ എക്സാമ്പിൾ കൊടുക്കുന്നു. എന്താണ് സ്പോണ്ടേനിയസ് റിക്കവറി? ആക്ച്വലി സ്പോണ്ടേനിയസ് റിക്കവറി ഐവൻ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ വരുന്ന ഒരു ടേമാണ്. അപ്പോൾ ഇത് റെഫർ ചെയ്യുന്നത് ഇസ് ദ റീഅപ്പിയറൻസ് ഓഫ് എ പ്രീവിയസ്ലി എക്സ്റ്റിങ്ക്വിഷ്ഡ് റെസ്പോൺസ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് റെസ്റ്റ് or pause in exposure to the continuous stimulus. ഈ കോൺസെപ്റ്റ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഭാഗമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഡോഗ് വെച്ചിട്ടുള്ള പരീക്ഷണം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നത്, ഡോഗിന് നമ്മളൊരു ന്യൂട്രൽ ഫുഡ് എന്ന് പറയുന്ന അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിൻ്റെ കൂടെ ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ബെല്ല് കൂടെ കാണിക്കും. കുറേ കഴിയുമ്പോൾ ഇപ്പോൾ ബെല്ലിൻ്റെ സൗണ്ട് കേട്ടാൽ മാത്രം നായ റെസ്പോണ്ട് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ഈ ബെല്ല് വിത്തൗട്ട് ഫുഡ് ഇല്ലാണ്ട് വെറുതെ ബെല്ല് മാത്രം റിങ് ചെയ്തുകൊണ്ടിരുന്നാൽ കുറേ കഴിയുമ്പോൾ നായയുടെ ആ റെസ്പോൺസ് നിൽക്കും. അതിനാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. പിന്നെ കുറേ കാലം നമ്മൾ ഈ ഒരു സ്റ്റിമുലസ് കൊടുക്കുന്നില്ല, ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടുള്ള റിങ്ങിങ് ഓഫ് ദ ബെല്ല് കൊടുക്കുന്നില്ല, ഒരു പോസ് ഇടുകയാണ്. ആ പോസ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കൊടുക്കണം. അതിനുശേഷം ചിലപ്പോൾ ഒരു കുറച്ച് നാളുകൾ കഴിഞ്ഞ് വീണ്ടും ഈ ബെല്ലിൻ്റെ സൗണ്ട് കേട്ടാൽ ഡോഗ് എന്ത് ചെയ്യും? വീണ്ടും സാലിവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിനെയാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത്. അതായത് ഒരു reappearance of a previously extinguished response after a period of rest or pause. അതായത് ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ് ബെല്ലിൻ്റെ റിങ്ങിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റീഅപ്പിയറൻസ് ആഫ്റ്റർ എ പോസ്, അതിനെയാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത്.
ഇനി എന്താണ് മെറ്റാകോഗ്നിഷൻ? മെറ്റാകോഗ്നിഷൻ ഈസ് ദ അവയർനെസ് ആൻഡ് റെഗുലേഷൻ ഓഫ് വൺസ് ഓൺ തിങ്കിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ്. മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ തിങ്കിങ്ങിനെയും ലേണിംഗ് പ്രോസസ്സിനെയും കുറിച്ചുള്ള നമുക്കുള്ള അവയർനെസ്. മെറ്റാകോഗ്നിഷൻ, കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അതിനെ റെഗുലേഷനെയും അവയർനെസ്സിനെയാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 തരത്തിലാണ് കൊഗ്നിഷൻ ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് നോളജ് ഓഫ് കൊഗ്നിഷൻ. ഇവിടെ ഒരാൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് നമ്മുടെ കൊഗ്നിറ്റീവ് എബിലിറ്റീസ്, സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ നോളജ് ബേസ്, നമുക്ക് മാനസികമായിട്ടുള്ള എബിലിറ്റീസ്, സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ നോളജ് ബേസ്, നോളജ് ഓഫ് കൊഗ്നിഷൻ. രണ്ടാമത്തത് റെഗുലേഷൻ ഓഫ് കൊഗ്നിഷൻ, അതായത് നമ്മുടെ ലേണിംഗ് ആക്ടിവിറ്റീസിനെ പ്ലാൻ ചെയ്യുക, മോണിറ്റർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളാണ് ഒരു ചെക്ക് ലിസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, എന്തൊക്കെ നമ്മൾ പഠിച്ചു എന്നൊക്കെ നോക്കുന്നത് ഇതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ റെഗുലേഷൻ ഓഫ് കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം എന്നുള്ളതിനെ പ്ലാൻ ചെയ്യുക, മോണിറ്റർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അതിനാണ് റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എന്താണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ? അപ്പോൾ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈസ് ദ ഡ്രൈവ്. ഇത് ആർട്ടാണ്? ഡേവിഡ് മക്ലൻഡിൻ്റെ തിയറിയാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഈസ് ദ ഡ്രൈവ് ഓർ ഡിസയർ ടു അക്കംപ്ലിഷ് ഗോൾസ് ആൻഡ് അറ്റൈൻ എ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് സക്സസ്. അതായത് എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യണം. അതായത് യൂഷ്വലി എല്ലാവർക്കും മോട്ടിവേഷൻ ഉണ്ടാവും, പക്ഷെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഉള്ള ഒരാൾ എങ്ങനെയായിരിക്കും? ഒരു ഭയങ്കരമായ ഒരു ഡ്രൈവ് അല്ലെങ്കിൽ ഡിസയർ ഉണ്ടാവും, എന്തെങ്കിലും ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുണ്ടാവും, അതിൻ്റെ ഒപ്പം ഒരു ആക്ഷൻ കൂടെ ഉണ്ടാവും. ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് സക്സസ് ആണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഉള്ള ആൾക്ക് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു IAS ഓഫീസർ ആവാം, ഇത് ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയായിരിക്കും? ഒരു അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആണ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ ആസ്പിറേഷൻസ് വരാം, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും വരാം. അതായത് ഏതെങ്കിലും ഒരു റിവാർഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റെക്കഗ്നീഷന് വേണ്ടിയിട്ടോ ഒക്കെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ആളുകൾക്ക് വരാം. അപ്പോൾ ഹൈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഉള്ള ആളുകൾ പല കാര്യങ്ങളും ലൈഫിൽ എന്ത് ചെയ്യും? അച്ചീവ് ചെയ്യും എന്നുള്ളത് കാണാം. പീപ്പിൾ വിത്ത് ഹൈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എങ്ങനെയായിരിക്കും? ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും, പെർസിസ്റ്റൻ്റ് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കും, പിന്നെ ഏത് റിസ്ക് വേണമെങ്കിലും സക്സസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരെടുക്കാനായിട്ട് റെഡിയാണ്. ഇപ്പോൾ ഒരു ഹാർഡ് ടോപ്പ് ഗ്രേഡ് കിട്ടാൻ വേണ്ടി ഒരു സ്റ്റുഡൻറ്റ് ഹാർഡ് വർക്ക് ചെയ്യുന്നത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനാണ്. എന്താണ് കരിയർ കോൺഫറൻസ്? കരിയർ കോൺഫറൻസ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ഇവൻറ്റ് ഓർ മീറ്റിംഗ് ആണ്, where individuals, especially students, receive guidance and information about different career options, pathways and opportunities. കരിയർ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആവാം, മീറ്റിംഗ് ആവാം. അവിടെ സ്റ്റുഡൻസ് പോകുന്നു, അവർക്ക് ഗൈഡൻസും ഇൻഫർമേഷനും കിട്ടുന്നു അബൌട്ട് വേരിയസ് കരിയർ ഓപ്ഷൻസ്, പാത്വേസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇതിൽ ആരൊക്കെ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് വരാം? ആ ഫീൽഡിലെ എക്സ്പേർട്സ്, കൗൺസിലേഴ്സ് ആൻഡ് പ്രൊഫഷണൽസ് ഫ്രം വേരിയസ് ഫീൽഡ്സ്. ഓക്കെ, ഇനി എന്താണ് ഐക്കോണിക് മെമ്മറി? ഐക്കോണിക് മെമ്മറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് സെൻസറി മെമ്മറിയാണ്. നമ്മുടെ സെൻസസിൽ ത്രൂ സ്റ്റോർ ചെയ്യുന്നൊരു മെമ്മറി. അതായത് ഇത് വിഷ്വൽ ഇൻഫർമേഷനാണ്. നമ്മൾ കാണുന്ന ഒരു കാഴ്ച നമ്മുടെ മൈൻഡിൽ എത്ര നേരം നിൽക്കും? അത് ഒരു സെക്കൻഡോ അല്ലെങ്കിൽ ലെസ് ദാൻ എ സെക്കൻഡൊക്കെ നിൽക്കുള്ളൂ. അതായത് വിഷ്വൽ ഇമേജസ് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ ഒരു ബ്രീഫ് ഡ്യൂറേഷനിലേ നിൽക്കുള്ളൂ, ഒരു സെക്കൻഡിൽ താഴെയായിരിക്കും. അപ്പോൾ ഇത് അതിനുശേഷം എന്ത് ചെയ്യും? ഒന്നല്ലെങ്കിൽ ഫെയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഫയർ വർക്ക് കാണുന്നു. ഇപ്പോൾ നമ്മൾ പൂരത്തിനൊക്കെ ഒരു ഫയർ വർക്ക് കാണുന്നു, അപ്പോൾ ഒരു ലൈറ്റ് കാണും അല്ലേ? ആ ഇമേജ് നമ്മുടെ മനസ്സിൽ എത്ര നേരം നിൽക്കും? അതൊരു ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ ലെസ് ദാൻ എ സെക്കൻഡേ നിൽക്കുള്ളൂ. എന്താണ് പ്രോആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്? റെഫേഴ്സ് ടു ദ ഫിനോമിനൻ വെർ ഓൾഡ് ഓർ പ്രീവിയസ്ലി ലേൺഡ് ഇൻഫർമേഷൻ ഇൻ്റർഫിയേഴ്സ് വിത്ത് ദ റിട്ടൻഷൻ ഓർ ദ റീകോൾ ഓഫ് എ ന്യൂ ഇൻഫർമേഷൻ. അതായത് നമ്മൾ പുതിയതായിട്ടൊരു കാര്യം പഠിക്കുമ്പോൾ മുമ്പ് തന്നെ നമ്മുടെ മനസ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ അതുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ പുതിയ ഫോൺ നമ്പർ നമ്മൾ മെമ്മറൈസ് ചെയ്യണം. അപ്പോൾ മേ ബി അവരുടെ അത് നമ്മൾ റീകോൾ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ന്യൂ നമ്പർ ആയിരിക്കില്ല ഓർമ്മ വരിക, ചിലപ്പോൾ ആ പഴയ നമ്പർ ആയിരിക്കും നമുക്ക് ഓർമ്മ വരിക. ഓക്കെ, അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? പ്രോആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഡു യു മീൻ ബൈ ദ സിൻടാക്സ് മോഡൽസ് ഓഫ് ടീച്ചിങ്? സിൻടാക്സ് മോഡൽ ഓഫ് ടീച്ചിങ്, വേർഡ് സിൻടാക്സ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം അറേഞ്ച്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഓഫ് സ്റ്റെപ്സ് അല്ലെങ്കിൽ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് സ്റ്റെപ്സ് that teachers follow while implementing a specific teaching model in classroom. ക്ലാസ്റൂമിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടീച്ചിങ് മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് ഫോളോ ചെയ്യേണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റെപ്സിനെയാണ് സിൻടാക്സ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഔട്ട്ലൈൻ ചെയ്യുന്നത് എന്തിനൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷനിൽ എന്തൊക്കെ വരും? ഫേസസ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അതിൽ വരുന്നത് പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, ഇൻട്രാക്ഷൻ ആൻഡ് ഇവാലുവേഷൻ. ഇതെന്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ടു അച്ചീവ് ദ ഡിസയേർഡ് ലേണിംഗ് ഔട്ട്കംസ്
ഫോർ ഇൻസ്റ്റൻസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ. ഇവിടെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? പ്രോബ്ലം പ്രസൻറ്റ് ചെയ്യുക, ഡാറ്റ ഗ്യാതറിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ദ ഹൈപ്പോത്തീസിസ് ഓർ ദി ഊഹാപോഹങ്ങൾ. പാർട്ട് 2 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുന്നില്ല. അപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ലേണിംഗ് പ്രോസസ്സ്. ഇപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് ഡൈനാമിക് ആൻഡ് മൾട്ടി ഫേസറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ഫാക്ടേഴ്സിനെ പ്രധാനമായിട്ടും 3 കാറ്റഗറിയാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ലേണർ വേരിയബിൾസ് വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ദ ലേണർ, മെത്തേഡ് വേരിയബിൾസ് മെത്തേഡ് ഓൺ ദി മെത്തേഡ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ടാസ്ക് വേരിയബിൾസ് മെത്തേഡ് ഓൺ ദി ബേസ്ഡ് ഓൺ ദി ടാസ്ക്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ലേണർ വേരിയബിൾസിൽ എല്ലാം ഒന്ന് ചുരുക്കിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, കാരണം 4 മാർക്സ് ആയതുകൊണ്ട്. ഒന്ന് മെച്ചുറേഷൻ ആണ്, പിന്നെ വരുന്നത് ഏജ് ആണ്, സെക്സ് ആണ്, പ്രീവിയസ് എക്സ്പീരിയൻസ്, കപ്പാസിറ്റി, ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് ആൻഡ് മോട്ടിവേഷൻ. ഓക്കെ, ഇപ്പോൾ ലേണർ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെച്ചുറേഷന് വലിയൊരു ഇതുണ്ട്. ഇത് മെച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കാപ്പബിലിറ്റീസ് ആണ്. അപ്പോൾ ഇത് ഒരു നെസസറി ഫൗണ്ടേഷൻ തന്നെ ലേണിങ്ങിന് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു കുട്ടിക്ക് ഒരിക്കലും സംസാരിക്കാനായിട്ട് പറ്റില്ല. ഒരു മെച്ചുറേഷണൽ സ്റ്റേജ് എത്തുന്നവരെ ഇപ്പോൾ 2 or 3 വയസ്സായ മാത്രമാണ് കുട്ടിക്ക് ആ ഒരു ലെവലിൽ എത്തിയാൽ മാത്രമാണ് സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഏജും ഒരു ലേണർ വേരിയബിൾ ആണ്. അതായത് ഒരു ലേണിംഗ് കപ്പാസിറ്റി അപ് ടു 20 years ആണ്. പിന്നെ 30 years വരെ അത് സ്റ്റേബിൾ ആയിരിക്കും. ആഫ്റ്റർ 50 ഈ ലേൺ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ത് പറ്റുന്നു അവിടെ കുറയുന്നു എന്നുള്ളതാണ്. അത് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ബാധിക്കുന്ന പല കാര്യങ്ങളാണ്. ഇപ്പോൾ ലേണറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ബാധിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ സെക്ഷൽ ഡിഫറൻസസ്, മേജറായിട്ട് വലിയ ഡിഫറൻസസ് ഒന്നുമില്ല ബിറ്റ്വീൻ ഫീമെയിൽ ആൻഡ് മെയിൽ. പക്ഷെ ചില സ്കിൽ ഏരിയാസിൽ ലേണിങ്ങിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് പെൺകുട്ടികൾ കൂടുതലും വെർബൽ സ്കിൽസിലായിരിക്കും എക്സൽ ചെയ്യുന്നത്, ആൺകുട്ടികൾക്ക് കുറച്ചും കൂടെ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കാം ഉണ്ടാകുന്നത്. അടുത്തത് പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് കുറച്ച് നോളേജ് ഉണ്ട്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ അത് ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെയാണ് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ വരുന്നത്. ഇപ്പോൾ ഒരു ബ്രോഡ് കോൺസെപ്റ്റ് ഓഫ് ലീവിങ് തിങ്സ് എന്നുള്ളത് കുട്ടി പഠിക്കുകയും അതിൻ്റെ തന്നെ റിഫൈൻ ചെയ്ത് പ്ലാന്റ്സ്, അനിമൽസ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ വരുന്നത് പ്രീവിയസ് എക്സ്പീരിയൻസിലാണ്. ഓക്കെ, ഇനി മറ്റൊന്നാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്നേറ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ്. എത്ര പെട്ടെന്ന് നമുക്ക് ഒരു കാര്യം ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അടുത്തത് ഫിസിക്കൽ ഹാൻഡിക്യാപ്സ്. ഇപ്പോൾ ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് ഉള്ള ആളുകൾക്ക്, ഇപ്പോൾ ഇംപേർഡ് വിഷൻ അല്ലെങ്കിൽ ഹിയറിംഗ് അല്ലെങ്കിൽ വിഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെയുള്ളവർക്ക് എന്താണ്? പെട്ടെന്ന് ലേണിംഗ് അസസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻറ്റേർണൽ ഡ്രൈവാണ്. അതാണ് ലേണിങ്ങിനെ സക്സസ്ഫുൾ ആക്കുന്നത് അല്ലെങ്കിൽ ലേണിങ്ങിനെ ഇഫക്റ്റീവ് ആക്കുന്നത്. ഇനി മെത്തേഡ് വേരിയബിൾസിൽ വരുന്നത് ദ മെത്തേഡ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും 4 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രാക്ടീസ് എന്ന് പറയും. അതിലാണ് 2 എണ്ണം ഉള്ളത്, ഡിസ്ട്രിബ്യൂട്ടഡ് പ്രാക്ടീസും മാസ്ഡ് പ്രാക്ടീസും. ഡിസ്ട്രിബ്യൂട്ടഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ദ ലേണിംഗ് സ്പ്രെഡ് ഓവർ ടൈം. അതായത് ലേണിംഗ് എന്ന് പറയുന്നത് ഒരൊറ്റ അടിക്ക് നടക്കുകയല്ല, പക്ഷെ പല പല ഘട്ടങ്ങളായിട്ട് നടക്കുന്നു. അതാണ് കൂടുതൽ ഇഫക്റ്റീവ് ദാൻ മാസ്ഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്കിരുന്ന് പഠിക്കുന്നതിനാണ് മാസ്ഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് റെസിറ്റേഷൻ എന്ന് പറയുന്നത്, പഠിക്കുന്നതിനൊപ്പം തന്നെ പറഞ്ഞു പഠിക്കുക. അപ്പോൾ അത് പാസീവ് റീഡിങ്ങിനേക്കാളും കൂടുതൽ ഹെൽപ്ഫുൾ. ജസ്റ്റ് വായിച്ചു പോകുന്നതിനേക്കാളും നമ്മളതിനെ പറഞ്ഞു പഠിക്കുന്നത് കുറച്ചും കൂടെ മെമ്മറി റിട്ടൻഷനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒന്ന് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. നമുക്ക് പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ക്വിക്കായിട്ട് കറക്ഷൻസും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ ഹോൾ മെത്തേഡിൽ പഠിക്കണോ പാർട്ട് മെത്തേഡിൽ പഠിക്കണോ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി കണ്ടന്റ്. അതായത് നമുക്ക് വേണമെങ്കിൽ അത് മൊത്തമായിട്ടും പഠിക്കാം, അല്ലെങ്കിൽ പാർട്ടായിട്ടും പഠിക്കാം. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടന്റ്. ഇപ്പോൾ ഹോൾ മെത്തേഡ് എന്നുള്ളത് ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് ഹോൾ മെത്തേഡ് ഉപയോഗിക്കാം. ഹോൾ മെത്തേഡ് എന്ന് പറയുന്നത് ലെങ്തി ടോപ്പിക്സിനാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സും മെത്തേഡ് വേരിയബിൾസിൽ വരും. ഇനി ടാസ്ക് വേരിയബിൾസ് എന്ന് പറയുന്നത് മെറ്റീരിയലിനെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. മെറ്റീരിയലിൻ്റെ ചില ഘടകങ്ങൾ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആദ്യം ലെങ്ത്ത്. ഏത് മെറ്റീരിയൽ ആണെങ്കിലും അത് ലേണറിൻ്റെ കൊഗ്നിറ്റീവ് കപ്പാസിറ്റി ആയിട്ട് മാച്ചിങ് ആയിരിക്കണം. കണ്ടന്റ് മീനിങ് ഫുൾ ആണെങ്കിൽ, അതായത് ഇപ്പോൾ അബ്സ്ട്രാക്ട് ഡാറ്റ ആവുന്നതിനേക്കാളും മീനിങ് ഫുൾ കണ്ടന്റ് ആണ് കൂടുതലായിട്ടും മനസ്സിലാവുന്നത്. പിന്നെ ഭയങ്കര ഡിഫിക്കൽട്ട് മെറ്റീരിയൽ ആണെങ്കിൽ അത് ഓവറായിട്ട് ഫെറ്റീഗ് ഒക്കെ കോസ് ചെയ്യും, പെട്ടെന്ന് തന്നെ അവരെ ക്ഷീണിപ്പിക്കാം അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യാം ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ലോജിക്കൽ സീക്വൻസിൽ കൊടുത്തിരിക്കുന്നതാണ് കോംപ്രിഹെൻഷനും റീകോളിനും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇത് കൂടാതെ ലേണിംഗ് എൻവയോൺമെൻറ്റ്, പിയർ ഇൻഫ്ലുവൻസ്, ഇമോഷണൽ ക്ലൈമറ്റ്, ടീച്ചറിൻ്റെ പേഴ്സണാലിറ്റി ഒക്കെ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. സപ്പോർട്ടീവ്, എൻകറേജിങ് ആൻഡ്
സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്, കോൺസെൻട്രേഷനെ എൻഹാൻസ് ചെയ്യാം, ക്യൂരിയോസിറ്റിയെ പ്രൊമോട്ട് ചെയ്യാം, ഗ്രൂപ്പ് ലേണിംഗ്, വെൽ സ്ട്രക്ചേർഡ് ലേണിംഗ്, ഇതൊക്കെ മോട്ടിവേഷനെ ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇനി എന്താണ് മാസ്ലോയുടെ കോൺട്രിബ്യൂഷൻ ഇൻ മോട്ടിവേഷൻ? ഇത് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മാസ്ലോയുടെ കോൺട്രിബ്യൂഷൻ പറയുന്നില്ല, പക്ഷേ ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ച കാര്യമാണ്. എബ്രഹാം മാസ്ലോ ഒരു പ്രോമിനൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഹി റെവല്യൂഷണലൈസ്ഡ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മോട്ടിവേഷൻ ത്രൂ ഹിസ് തിയറി ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഓക്കെ, അപ്പോൾ 1943 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ തിയറി എംഫസൈസ് ചെയ്യുന്നത് അതായത് ഹ്യൂമൻ മോട്ടിവേഷന് ഒരു സീക്വൻഷ്യൽ ആൻഡ് ഹൈറാർക്കിയൽ നേച്ചർ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇൻഡിവിജ്വൽസ് സ്ട്രൈവ് ടു ഫുൾഫിൽ സ്പെസിഫിക് നീഡ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദെയർ ബിഹേവിയർ ആൻഡ് ഡ്രൈവ്. മാസ്ലോൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്സിൽ പറയുന്നത് ഒരു 5 ടയർ പിരമിഡിലേക്കാണ് അദ്ദേഹം ഹ്യൂമൻ നീഡ്സിനെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഓരോ ലെവലും ഓരോ കാറ്റഗറി ഓഫ് മോട്ടിവേഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആദ്യം ഫിസിയോളജിക്കൽ നീഡ്സ്, അതായത് ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത് നമ്മുടെ ബേസിക് സർവൈവൽ നീഡ്സ് ആണ്. ഫുഡ്, വാട്ടർ, എയർ ആൻഡ് ഷെൽട്ടർ. ഇത് എന്ന് പറയുന്നത് എന്താണ്? ബേസിക് ഫോമോ അല്ലെങ്കിൽ ദ ഫൗണ്ടേഷൻ ഓഫ് ദി ഹൈറാർക്കിയാണ്. ഇവരെ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമാണ് ഒരു ഇൻഡിവിജ്വലിന് നെക്സ്റ്റ് ലെവലിൽ നമുക്ക് ഫുഡ്, വാട്ടർ, എയർ ഒക്കെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഹയർ ലെവലിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അടുത്തത് സേഫ്റ്റി നീഡ്. സേഫ്റ്റി നീഡ്സിൽ നമ്മുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നീഡ്സ്, അതായത് ഫുഡ്, വാട്ടർ, എയർ, ഷെൽട്ടർ ഒക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സേഫ്റ്റി. അതിൽ എന്തൊക്കെയാണ് വരുന്നത്? സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. അതിൽ ഫിസിക്കൽ സേഫ്റ്റിയാണ് കൂടുതലായിട്ടും വരുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ത്രെറ്റ്സ്. ഇതായിരിക്കും നമ്മൾ നെക്സ്റ്റ് നോക്കുക. നമ്മുടെ സേഫ്റ്റി നീഡ്സ്, നമ്മുടെ സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി, ഫിസിക്കൽ സേഫ്റ്റി, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ത്രെറ്റ്സ്. മൂന്നാമത്തേതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ്. ഈ ലെവലിൽ ഹ്യൂമൻ ബീങ്സ് എന്തിനു വേണ്ടി സ്ട്രൈവ് ചെയ്യുന്നു? സോഷ്യൽ കണക്ഷൻസ്, ലവ്, അക്സെപ്റ്റൻസ് ആൻഡ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ഇൻ റിലേഷൻഷിപ്സ്, ഫ്രണ്ട്ഷിപ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത് മനുഷ്യന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധം, സ്നേഹം, അക്സെപ്റ്റൻസ്, സെൻസ് ഓഫ് ബിലോങ്ങിങ് കാര്യങ്ങളൊക്കെയാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സിൽ വരുന്നത്. അടുത്തത് എസ്റ്റീം. എസ്റ്റീം എന്ന് പറയുന്നത് ഇവിടെ സെൽഫ് എസ്റ്റീം ഉണ്ട്, റെക്കഗ്നീഷൻ ഉണ്ട്, റെസ്പെക്റ്റ് ഉണ്ട് ആൻഡ് എ സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് ഉണ്ട്. എന്തൊക്കെയാണ് വരുന്നത്? സെൽഫ് എസ്റ്റീം, റെക്കഗ്നീഷൻ, റെസ്പെക്റ്റ് ആൻഡ് എ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ്. അപ്പം മാസ്ലോ ഈ എസ്റ്റീം നീഡ്സിനെ 2 സബ് കാറ്റഗറീസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ലോവർ എസ്റ്റീം. ലോവർ എസ്റ്റീം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റെസ്പെക്റ്റ്. മറ്റേത് ഹയർ എസ്റ്റീം. ഹയർ എസ്റ്റീം എന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ്. അതായത് എസ്റ്റീം നീഡ്സിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള നമ്മളെ ബഹുമാനിക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നുള്ള ബഹുമാനം വേണം. അപ്പോൾ ഇതിൽ വരുന്നത് സെൽഫ് എസ്റ്റീം, മറ്റുള്ളവരാൽ നമ്മൾ അംഗീകരിക്കപ്പെടുക, ആദരിക്കപ്പെടുക, ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് ഒക്കെയാണ് എസ്റ്റീം നീഡ്സിൽ വരുന്നത്. ഇനി ഇതിൽ ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. ദിസ് ഈസ് സെറ്റ് ടു ബി ദ പീക്ക് ഓഫ് ദീസ് ഹൈറാർക്കി. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയലൈസേഷൻ ഓഫ് വൺസ് പൊട്ടൻഷ്യൽ, ക്രിയേറ്റിവിറ്റി ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. ഒരാളുടെ പൊട്ടൻഷ്യൽ, ക്രിയേറ്റിവിറ്റി ആൻഡ് പേഴ്സണൽ ഗ്രോത്തിനെ റിയലൈസ് ചെയ്യുക. ഇതാണ് മാസ്ലോ പറയുന്നത് അൾട്ടിമേറ്റ് ഫുൾഫിൽമെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് എബിലിറ്റീസ് ആൻഡ് ആസ്പിറേഷൻ. നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് എവിടെ എത്താനാണ്? സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്താനാണ്. ഇവിടെ പിക്ചർ സഹിതം കൊടുത്തിട്ടുണ്ട്. ഫിസിയോളജിക്കൽ, ഫുഡ്, ഷെൽട്ടർ കാര്യങ്ങൾ, സേഫ്റ്റിയിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത് കാര്യങ്ങൾ, ലവ് ആൻഡ് ബിലോങ്ങിങ്ങിൽ, പിന്നെ എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇനി എന്താണ് മാസ്ലോൻ്റെ തിയറിയുടെ ഇമ്പാക്റ്റ്? പല ഫീൽഡിലും ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷൻ, വർക്ക് പ്ലേസ് മാനേജ്മെൻറ്റ്, കൗൺസിലിങ്ങിലൊക്കെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു തിയറിയാണ് മാസ്ലോൻ്റെ തിയറി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബേസിക് നീഡ്സ് അൺമെറ്റ് ആണ്, അത് ഫുൾഫിൽഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടിവേഷനെ അത് ബാധിക്കാം. ബാക്കിയുള്ള സ്റ്റേജസിലേക്ക് പോകാനുള്ള മോട്ടിവേഷനെ നമുക്ക് ബാധിക്കാം. അപ്പോൾ ഈ നീഡ്സ് ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് അവിടെ ഗ്രോത്തും പ്രൊഡക്ടിവിറ്റിയും ഉണ്ടാവുള്ളൂ. അപ്പോൾ എഡ്യൂക്കേഷനിൽ എങ്ങനെയാണ് ടീച്ചേഴ്സിന് മാസ്ലോൻ്റെ തിയറി യൂസ് ചെയ്യാൻ പറ്റുന്നത്? സ്റ്റുഡൻസിൻ്റെ ബേസിക് ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് എല്ലാം അവർക്ക് മെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൺഡ്യൂസീവ് ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഫോർ ഇൻസ്റ്റൻസ്, ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഹങ്കർ എന്ന് പറയുന്നത് അവരുടെ ഫിസിയോളജിക്കൽ നീഡാണ്. അത് ഫുൾഫിൽഡ് ആയാൽ മാത്രമാണ് അവരുടെ ഫോക്കസും അക്കാഡമിക് പെർഫോമൻസും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ വർക്ക് പ്ലേസിൽ എന്താണ്? എംപ്ലോയിയെ മോട്ടിവേറ്റ് ചെയ്യാൻ. വർക്ക് പ്ലേസിലാണെങ്കിൽ നമ്മൾ നോക്കുന്നത് സേഫ്റ്റി നീഡ്സ് എന്നുള്ള സംഭവമാണ്. അവിടെ എന്താണ്? എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ജോബ് സെക്യൂരിറ്റി, സേഫ്റ്റി കൊടുക്കാം, ടീം സ്പിരിറ്റ്, ബിലോങ്ങിങ്നെസ് കൊടുക്കാം, അതുപോലെ തന്നെ അവരുടെ അച്ചീവ്മെൻറ്റ്സ്, സെൽഫ് എസ്റ്റീം, എസ്റ്റീം മീൻസ് ലോവർ എസ്റ്റീം, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രൊഫഷണൽ ഗ്രോത്ത് ഒക്കെ അവർക്ക് കൊടുക്കാം. സെൽഫ് ആക്ച്വലൈസേഷൻ. ഇപ്പോൾ ക്രിറ്റിസിസം ആൻഡ് ലെഗസി എന്ന് പറഞ്ഞാൽ പലരും ഇതിൻ്റെ ഒരു റിജിഡ് സ്ട്രക്ചറും അതുപോലെ തന്നെ ഇതിലൊരു എംപിരിക്കൽ സപ്പോർട്ടൊന്നും ഇല്ല. അതായത് ഇത് പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. പക്ഷേ മാസ്ലോൻ്റെ തിയറി ഇപ്പോഴും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്.
ഹോളിസ്റ്റിക് മോട്ടിവേഷനിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഓഫേഴ്സ് എ ഫ്രെയിം വർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ക്രിയേറ്റിംഗ് സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക ടു എൻകറേജ് സെൽഫ് ഫുൾഫിൽമെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ മാസ്ലോൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ മോട്ടിവേഷൻ്റെ കോംപ്ലിസിറ്റി അണ്ടർസ്കോർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക്സ്? ഇപ്പോൾ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻട്രാക്ഷൻസ്, പ്രോസസ്സസ്, behaviors that occur within a group of individuals who are working toward a common goal. അതായത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഗോൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇൻട്രാക്ഷൻസ്, അതുപോലെ തന്നെ പ്രോസസ്സസ് ആൻഡ് ബിഹേവിയേഴ്സിനെയൊക്കെയാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഹൗ ദേ റിലേറ്റ് ടു വൺ അനദർ, ഹൗ ദേ മേക്ക് ഡിസിഷൻസ്, എങ്ങനെയാണ് ഒരു കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഹൗ ദേ അച്ചീവ് ദെയർ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പൈനിയർ ആയിട്ടുള്ള ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യൽ സൈക്കോളജിയിൽ ഒരു പൈനിയർ ആയിട്ടുള്ള കർട്ട് ലവിൻ്റെ ആണ് ഹീ ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഇൻട്രൊഡ്യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. ഗ്രൂപ്പ് ഡൈനാമിക്സ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ എംഫസൈസ് ചെയ്യുന്നത് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഗ്രൂപ്പ് ബിഹേവിയർ ഇൻ ഷേപ്പിംഗ് ഇൻഡിവിജ്വൽ ആക്ഷൻസ്. ഇനി കീ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഈ ആസ്പെക്ട്സ് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട് 2 മാർക്സിന്. ഒന്ന് എന്താണ് ഗ്രൂപ്പ് സ്ട്രക്ചർ, എന്താണ് ഗ്രൂപ്പ് കൊഹഷൻ എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓരോ മെമ്പറിനും ഓരോ സ്പെസിഫിക് റോൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ലീഡർ ഒരാളായിരിക്കാം, മീഡിയേറ്റർ ഒരാളായിരിക്കാം. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ടോട്ടൽ ഫങ്ഷൻ അല്ലെങ്കിൽ ടോട്ടാലിറ്റിയിലേക്ക് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചറിൽ വരുന്നത് ഒന്ന് റോളാണ്, ഓരോരുത്തർക്കും ഓരോ റോളുകളുണ്ട്. അടുത്തത് നോംസ് ആണ്. ഓരോ ഗ്രൂപ്പിലും എന്താണ്, ഇപ്പോൾ നമ്മൾ ബ്രോക്കോഡ് എന്നൊക്കെ പറയും അല്ലേ, ദാറ്റ് ഈസ് സെഡ് ടു ബി ആൻ അൺറിട്ടൺ റൂൾ ബിറ്റ്വീൻ ദ മെയിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇൻ ദ മെയിൽ കമ്മ്യൂണിറ്റി. ബ്രോക്കോഡ്, സിസ്റ്റർ കോഡ് എന്നൊക്കെ പറയും. അപ്പോൾ അൺറിട്ടൺ റൂൾ ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ആണ് ദാറ്റ് ഗൈഡ് ദ മെമ്പർ ബിഹേവിയർ. അത് നമ്മൾ പറഞ്ഞെഴുതി വെച്ചിട്ടുള്ളതൊന്നുമല്ല, പക്ഷേ ഹാർമണി, കോപ്പറേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചില അൺറിട്ടൺ റൂൾസ് ഉണ്ടാവും, ചില നോംസ് ഉണ്ടാവും. അടുത്തത് സ്റ്റേറ്റസ്. അതായത് ചില മെമ്പേഴ്സ് ഹയർ പ്രസ്റ്റീജ് അല്ലെങ്കിൽ ഹയർ ഇൻഫ്ലുവൻസ് വേണം എന്ന് വിത്തിൻ ദാറ്റ് ഗ്രൂപ്പ് എക്സ്പെക്റ്റ് ചെയ്യും. അതിനാണ് സ്റ്റേറ്റസ്. അല്ലെങ്കിൽ അവർക്കത് കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ ലഭ്യമാകുന്നുണ്ടാവും. അതിനെയാണ് എന്തെന്ന് പറയുക, അവരുടെ എക്സ്പീരിയൻസ്, പേഴ്സണാലിറ്റി അനുസരിച്ച് ആ ഗ്രൂപ്പിൽ തന്നെ ചിലർക്ക് ഒരു ഹൈ സ്റ്റേറ്റസ് ഉണ്ടാവും. അതാണ് ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചറിൽ വരുന്നത്. റോൾസ്, നോംസ് ആൻഡ് സ്റ്റേറ്റസ് ആണ് ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ വരുന്നത്. 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ഗ്രൂപ്പ് കൊഹഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഗ്രൂപ്പ് കൊഹഷൻ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ദ സ്ട്രെങ്ത് ഓഫ് ബോൺസ് എമംഗ് ദി മെമ്പേഴ്സ്. ഒരു കൊഹസീവ് ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും? അവർ പരസ്പരം ഒരു ഹൈ ലെവൽസ് ഓഫ് ട്രസ്റ്റ്, കോപ്പറേഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, പരസ്പരം തൃപ്തിയുള്ളവരായിരിക്കും, പരസ്പരം സഹകരണം ഉള്ളവരായിരിക്കും, പരസ്പരം വിശ്വസിക്കുന്നവരായിരിക്കും. ഗ്രൂപ്പ് കൊഹഷൻ എന്താണെന്നുള്ളതും 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇതെല്ലാം ഗ്രൂപ്പ് ഡൈനാമിക്സിൻ്റെ ആസ്പെക്ട്സിൽ വരുന്നതാണ്. ഗ്രൂപ്പ് സ്ട്രക്ചർ, കൊഹഷൻ ആൻഡ് ഓൾസോ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. അത് ക്ലാരിറ്റി കൂടുതലായിട്ട് കൊണ്ടുവരും. അതുപോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സിനെ കുറയ്ക്കും. ഓപ്പൺ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഡയലോഗ് വേണം. ഓപ്പൺ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഡയലോഗാണ് പലപ്പോഴും ട്രസ്റ്റ് ആൻഡ് കൊളാബറേഷനെ ഗുണപ്പെടുത്തുന്നത്. അടുത്തത് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് വേരിയസ് മെത്തേഡ്സ് യൂസ് ചെയ്യും, ലൈക്ക് കോൺഷ്യൻസസ്, വോട്ടിംഗ്, ഡെലിഗേഷൻ. ഇപ്പോൾ ഡിസിഷൻ എങ്ങനെയായിരിക്കും? ഒന്നല്ലെങ്കിൽ എല്ലാവരും കൺസെൻറ്റ് ചെയ്യുന്നുണ്ടോ, ഇതാണ് നമ്മുടെ തീരുമാനം, നിങ്ങൾക്കെല്ലാം ഓക്കെ ആണോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ വോട്ടിംഗ് അല്ലെങ്കിൽ ഡെലിഗേഷനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് ഗ്രൂപ്പിൻ്റെ എഫിഷ്യൻസിയും അതുപോലെ തന്നെ അവർക്ക് പരസ്പരമുള്ള സാറ്റിസ്ഫാക്ഷനെയും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ പലപ്പോഴും ഇന്നവിറ്റബിൾ ആയിട്ട് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത പല കോൺഫ്ലിക്ട്സും പ്രശ്നങ്ങളും വരാം. കാരണം ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആണ്. ഒരു എഫക്റ്റീവ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ വാട്ട് എവർ ബി ദ പ്രോബ്ലം or conflict that happened in that group, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, കൺസ്ട്രക്റ്റീവായിട്ട് ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഗ്രൂപ്പ് ഡൈനാമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് ഉണ്ടെങ്കിലാണ് അവിടെ ടീം വർക്കിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാനും എഫിഷ്യൻ്റ് ആൻഡ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഔട്ട്കംസിന് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ടും പറ്റുള്ളൂ. പ്രൊഡക്ടിവിറ്റി വേണം. ഓക്കെ, അടുത്തത് പ്രോബ്ലം സോൾവിങ്. അതായത് പല പ്രശ്നങ്ങളും വരും, അതിന് ഇന്നോവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കുക. ഇനി ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. ഈ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ആണ് പലപ്പോഴും നോളജ് ഷെയറിങ്ങും അതുപോലെ തന്നെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് സ്കിൽ എൻഹാൻസ്മെൻ്റ് ഒക്കെ കൂട്ടുന്നത്. ഇനി അപ്ലിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. ഇപ്പോൾ ക്ലാസ് റൂമിലും എന്താണ്, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ഇപ്പോൾ കോപ്പറേറ്റീവ് ലേണിംഗ്, പിയർ ഇൻട്രാക്ഷനൊക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാം. ഓർഗനൈസേഷൻസ് എങ്ങനെയാണത് അപ്ലൈപ്പിക്കബിൾ ആവുന്നതെന്ന് പറഞ്ഞാൽ വർക്ക് പ്ലേസസിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് വേണം ഫോർ ടീം വർക്ക്,
പ്രൊജക്ട് മാനേജ്മെൻറ്റ്, അച്ചീവിങ് ഗോൾസ്. കമ്മ്യൂണിറ്റിയിലും എന്ത് വേണം? എഫക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ വേണം. അതാണ് പല സോഷ്യൽ ഇനീഷ്യേറ്റീവ്സിനെയും കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റിനെയും ലീഡ് ചെയ്യുന്നത്. അപ്പോൾ കൺക്ലൂഷനിൽ പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് ഡൈനാമിക്സിനെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ എസെൻഷ്യലാണ് ഫോർ ഫോസ്റ്ററിങ് എ പ്രൊഡക്റ്റീവ്, ദാറ്റ് മീൻസ് പ്രൊഡക്റ്റ് ബേസ്ഡ് ആൻഡ് ഹാർമോണിയസ്, വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അത് എഡ്യൂക്കേഷണൽ ആണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും സോഷ്യൽ സെറ്റിങ്സ് ആണെങ്കിലും. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരുടെയാണെന്നുള്ളതൊക്കെ ഇവിടെ അത് പറഞ്ഞിട്ടുണ്ട്. ക്ലാസിക്കൽ കണ്ടീഷനിങ് പറഞ്ഞിട്ടുണ്ട് ഇവൻ പാവ്ലോവിൻ്റെയാണ്. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് BF സ്കിന്നറിൻ്റെയാണ്. ലേണിംഗ് തിയറീസ് ഇൻ സൈക്കോളജിയിൽ എസ്പെഷ്യലി കൊഗ്നിറ്റീവ് വ്യൂസിൽ നിന്നുള്ള രണ്ട് ഫണ്ടമെൻ്റൽ തിയറീസ് ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങും. പിന്നെ ഇവരുടെ മെക്കാനിസംസ് ആൻഡ് പ്രോസസ്സിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരുടെയാണ്? പാവ്ലോവിയൻ കണ്ടീഷനിങ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ലേണിംഗ് ത്രൂ അസോസിയേഷൻ ആണ്, മറ്റേതിൽ ലേണിംഗ് ഇൻ റിലേഷൻ വിത്ത് കോൺസിക്വൻസസ് ആണ്. അതായത് ഒരു ന്യൂട്രൽ സ്റ്റിമുലസ്, ഇത് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ന്യൂട്രൽ സ്റ്റിമുലസ് അൺകണ്ടീഷണൽ സ്റ്റിമുലസുമായിട്ട് അസോസിയേറ്റഡ് ആകുമ്പോൾ അവിടെ ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് വരും. അപ്പോൾ ഇവാൻ പാവ്ലോ ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഫൗണ്ടർ എന്ന് നമുക്ക് പറയാം, ത്രൂ ഹിസ് എക്സ്പെരിമെൻറ്റ് വിത്ത് ഡോഗ്സ്. ഇത് എന്താണെന്ന് പറയാം. ഒരു ഡോഗിന് നമ്മൾ ഫുഡ് എന്ന് പറയുന്നത് കൊടുക്കുന്നു. ഫുഡ് എന്താണ്? അൺകണ്ടീഷനാണ്. അത് നമ്മൾ ട്രെയിൻഡ് ഒന്നുമല്ല. ഫുഡ് കാണുമ്പോൾ ഡോഗാണെങ്കിലും മനുഷ്യരാണെങ്കിലും ആരാണെങ്കിലും അതിനൊരു റെസ്പോൺസ് ഉണ്ടാവും. അപ്പോൾ ഈ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ബെല്ലും കൂടെ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നായ എന്ത് അസോസിയേറ്റ് ചെയ്യും? ബെൽ റിങ്ങിങ്ങും ഫുഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. അപ്പം നായ അവിടെ ലേൺ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ബെൽ റിങ്ങിങ് സൗണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഫുഡ് കിട്ടും. അപ്പോൾ ലേണിംഗ് ത്രൂ അസോസിയേഷൻ, അതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോൾ അതിനോട് നായ കൊടുക്കുന്ന റെസ്പോണ്ടാണ് സാലിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അടുത്തത് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ്. ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ ലേണിംഗ് ത്രൂ കോൺസിക്വൻസസ്, ഇവിടെ സ്റ്റിമുലസ് ഇല്ല. അതായത് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റാറ്റിൻ്റെയും പീജിൻ്റെ എക്സാമ്പിളാണ്. റാറ്റിനെയും പീജിനെയും പിടിച്ചിട്ട് ഓരോ കൂടുകളിൽ ഇടുന്നുണ്ട്. അവർക്ക് എന്തിനാണ് അവിടെ ഇട്ടേന്നുള്ളത് അറിയില്ല. പക്ഷേ ഒരു പോയിന്റിൽ, ഇപ്പോൾ ഒരു ലെവറിൽ അവർ പ്രസ് ചെയ്യുമ്പോൾ അവർക്ക് ഫുഡ് കിട്ടുന്നു. അതായത് അപ്പോൾ ഫുഡ് കിട്ടുമ്പോൾ ഒരു റെസ്പോൺസ് കിട്ടുന്നു. അവരുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ഷന് ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവാണ്, ഓക്കെ, ഇഫ് ഐ ആം കീപ് ഡൂയിങ് ദിറ്റ് എനിക്കിനിയും ഫുഡ് കിട്ടും എന്നുള്ളത്. അപ്പോൾ അവിടെ സ്റ്റിമുലസ് ഉണ്ട്, ഓൾറെഡി ഫുഡ് എന്ന് പറയുന്ന ഒരു സ്റ്റിമുലസ് ഉണ്ട്. പക്ഷേ ദ റാറ്റ് ഈസ് നോട്ട് അവെയർ ഓഫ് ദാറ്റ്. സ്റ്റിമുലസ് ഉണ്ടെന്നുള്ളത് അവെയർ അല്ല. കാരണം അത് ആ ലേണിംഗ്, ആ പ്രോസസ്സിലൂടെയാണ് അത് ലേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കോൺസിക്വൻസിലൂടെയാണ് അത് ലേൺ ചെയ്യുന്നത്, ഇങ്ങനെ റിവാർഡ് കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഇവിടെ ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതോ വീക്കൻ ചെയ്യുന്നതോ കോൺസിക്വൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മൾ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യാം, പണിഷ്മെൻ്റ് ആണെങ്കിൽ അതിനെ വീക്കൻ ചെയ്യാം. അപ്പോൾ BF സ്കിന്നറാണ് ഈ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചൈൽഡിന് ഒരു റിവാർഡ് നമ്മൾ കൊടുക്കുകയാണ് ഫോർ കംപ്ലീറ്റിംഗ് ഹാർഡ് വർക്ക് ആണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും? ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ടൈപ്സ് ഓഫ് ലേണിങ്ങിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ കൂടുതലായിട്ടും പാസീവ് ലേണിംഗ് ആണ്. ഇവിടെ ലേണിങ്ങിന് ഈ ലേണറിന് ഒരു കൺട്രോളും ഇല്ല ഓവർ ദ റെസ്പോൺസ് ടു ദ സ്റ്റിമുലസ്. ഇവിടെ ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കണ്ടീഷൻ ചെയ്യുകയാണ് ഓട്ടോമാറ്റിക്കലി ആ സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ ആക്റ്റീവ് ലേണിംഗ് ആണ്. അതായത് ആ റാറ്റ് ആണെങ്കിലും പീജിയൻ ആണെങ്കിലും അവർ തന്നെയാണ് ഈ ലെവർ പ്രസ് ചെയ്താൽ ഫുഡ് കിട്ടും എന്നുള്ളത് അവർ അൺനാച്ചുറലി ഓർ മേ ബി വോളണ്ടറി ആയിട്ട് അവർ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓർഗാനിസം ഇവിടെ ആക്റ്റീവ്ലി എൻഗേജ് ചെയ്യാണ് ഇൻ ബിഹേവിയേഴ്സ് ടു പ്രൊഡ്യൂസ് കോൺസിക്വൻസസ് ദാറ്റ് കുഡ് ബി റീഇൻഫോഴ്സ്മെൻറ്റ് ഒരു പണിഷ്മെൻറ്റ്. ഇനി ഫോക്കസ് നോക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇൻവോളണ്ടറി, ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ റിഫ്ലെക്സീവ് റെസ്പോൺസസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. റിഫ്ലെക്സീവ് ബിഹേവിയറിലാണ് ഫോക്കസ് ചെയ്യുന്നത്. റിഫ്ലെക്സിലോ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ലൈക്ക് സാലിവേഷനിലൊക്കെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂട്രൽ സ്റ്റിമുലസിനെ ഇവിടെ ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ഫോക്കസ് ചെയ്യുന്നത് വോളണ്ടറി ബിഹേവിയേഴ്സ് ആണ്. അതായത് ആക്ഷൻസ് ലൈക്ക് പ്രസ്സിങ് ദ ലെവർ ഓർ കംപ്ലീറ്റിംഗ് എ ടാസ്കിലൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബിഹേവിയർ എന്ന് പറയുന്നത് റീഇൻഫോഴ്സ് ചെയ്യുകയോ പണിഷ് ചെയ്യുകയോ ചെയ്യാം ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദെയർ ഒക്കറൻസ്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് സ്റ്റിമുലി ആൻഡ് റെസ്പോൺസസ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലെ സ്റ്റിമുലസ് എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ് ബെൽ. അതിനെ നമ്മൾ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു? ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് ആയിട്ടുള്ള സാലിവേഷനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇവിടുത്തെ റെസ്പോൺസ് എന്താണ്? ഓട്ടോമാറ്റിക് ആണ്, ഇൻവോളണ്ടറി ആണ്. ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഇവിടെ അതിന് വലിയൊരു പ്രാധാന്യം ഇവിടെ ഇല്ല. ബിഹേവിയർ ഈസ് ഫോളോഡ് ബൈ റീഇൻഫോഴ്സ്മെൻറ്റ് ഓർ പണിഷ്മെൻറ്റ്. അത് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഫ്യൂച്ചർ ബിഹേവിയർ. അതായത് ബിഹേവിയർ
നമ്മളത് റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ടോ, അത് പണിഷ്മെൻറ്റിലൂടെയാണോ എന്നുള്ളതനുസരിച്ചിട്ടാണ് ഇവിടെ ബിഹേവിയർ നോക്കുന്നത്. അത് ഇതിലെ സ്റ്റിമുലസ് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ പണിഷ്മെൻ്റ് ആണ്. അത് ഫ്യൂച്ചർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. റെസ്പോൺസ് എന്ന് പറയുന്നത് വോളണ്ടറി ആണ്. വോളണ്ടറി ബിഹേവിയർ എയിംഡ് അറ്റ് അച്ചീവിങ് എ കോൺസിക്വൻസ്. എന്താണോ ആ കോൺസിക്വൻസ്, വാട്ട് എവർ ബി ദാറ്റ്, ഫുഡ് കിട്ടുകയാണോ അല്ലെങ്കിൽ റിവാർഡ് കിട്ടുകയാണോ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റെസ്പോൺസ് വരിക. ഇനി എക്സാമ്പിൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ പാവ്ലോവിൽ ഡോഗ് സാലറി, ഇത് നിങ്ങൾക്കൊരു ടേബിളായിട്ടും കൊടുക്കാം. അതുപോലെ തന്നെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ റിസീവിങ് ഗുഡ് ഗ്രേഡ്സ് ഒക്കെ എക്സാമ്പിളാണ്. ഇനി റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും ഒന്നും ഇല്ല, അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലി മാത്രമേ ഉള്ളൂ. ഓപ്പറന്റ് കണ്ടീഷനിങ്ങിലാണ് റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും ഒരു ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യുന്നത്. പിന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്ലസൻറ്റ് സ്റ്റിമുലി ആഡ് ചെയ്യുക, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അൺപ്ലസൻറ്റ് സ്റ്റിമുലി റിമൂവ് ചെയ്യുക. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് പണിഷ്മെൻറ്റിൽ വരുന്നത്. സമ്മറിയിൽ പറയുകയാണെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഈസ് അബൌട്ട് ഫോമിങ് അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലി ആൻഡ് ട്രിഗർ, ഓട്ടോമാറ്റിക് റെസ്പോൺസസ്. ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലേണിംഗ് അബൌട്ട് ദ ബിഹേവിയേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ കോൺസിക്വൻസസ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഓർ പണിഷ്മെൻറ്റ്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു നേരത്തെ ഗ്രൂപ്പ് കൊഹസീവ്നെസ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഗ്രൂപ്പ് കൊഹഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റിമസി, ബോണ്ടിങ് ആൻഡ് കണക്റ്റഡ്നെസ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പാണ്. കൊഹഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒത്തൊരുമ, ഇൻ്റർ കണക്ഷൻ, ഏകത എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഗ്രൂപ്പ് കൊഹഷൻ ചോദിച്ചാൽ ആ വേർഡ് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് അതെന്താണെന്നുള്ളത് എഴുതാം. അതായത് ഗ്രൂപ്പ് കൊഹഷൻ എന്ന് പറയുന്ന ഒരു ബൈൻഡിങ് ഫോഴ്സ് ആണ് ദാറ്റ് ഹോൾഡ്സ് ദ ഗ്രൂപ്പ് ടുഗെദർ. ഒരു ഗ്രൂപ്പിനെ ഒരുമിച്ച് പിടിച്ചു നിർത്തുന്ന ഒരു ബൈൻഡിങ് ഫോഴ്സ് ആണ് ഗ്രൂപ്പ് കൊഹഷൻ. അതെന്ത് എൻഷുർ ചെയ്യുന്നു, മെമ്പേഴ്സിന് കൊളാബറേറ്റ് പരസ്പരം സഹകരിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിന് ഒരു ഹൈ കൊഹഷൻ ഉണ്ടെങ്കിൽ ദേ വിൽ ഡെവലപ്പ് എ സ്ട്രോങ് ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി. അവിടെ ഇൻഡിവിജ്വൽസ് തിങ്ക് ഇൻ ടേംസ് ഓഫ് വി റാദർ ദാൻ ഐ. നമ്മൾ എന്നാണ് അവർ ചിന്തിക്കുക, അല്ലാതെ ഞാൻ എന്നല്ല. അപ്പോൾ പല ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട് ഒരു കൊഹഷൻ വിത്തിൻ എ ഗ്രൂപ്പ്. അതായത് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ടാവും, അവിടെ അതായത് ആ ഗ്രൂപ്പിൻ്റെ ഒരു പാർട്ടാണെന്ന് അവർക്ക് തോന്നും. ആൻഡ് ദിസ് ഈസ് അക്കമ്പനീഡ് ബൈ എ വി ഫീലിംഗ് ഓർ കളക്റ്റീവ് ഐഡൻറ്റിറ്റി വിച്ച് ഫോസ്റ്റേഴ്സ് മ്യൂച്വൽ സപ്പോർട്ട്. ഒരു കൊഹസീവ് ഗ്രൂപ്പ് ഓൾസോ പ്രൊമോട്ട് ഫ്രീഡം ഓഫ് ആക്ഷൻ. എല്ലാ മെമ്പേഴ്സിനും അവരെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും വിത്തൗട്ട് ദ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ, ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ് ഗ്രൂപ്പ് മെമ്പറാണ് ആ ലെവൽ ഓഫ് കൊഹഷനെ അവിടെ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇനി കൊഹസീവ്നെസ് എന്ന് പറയുന്നത് ഡെവലപ്സ് ഓവർ ടൈം, സമയം പോകുന്നതോറും ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ് ത്രൂ ഇൻട്രാക്ഷൻ, ഷെയർഡ് മോട്ടീവ്സ് ആൻഡ് ദ പർസ്യൂട്ട് ഓഫ് കോമൺ ഗോൾസ്. വെൻ മെമ്പേഴ്സ് എൻഗേജ് ഫ്രീക്വൻ്റ്ലി ആൻഡ് ഷെയർ മ്യൂച്വൽ കൺസേൺ, അവിടെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് വരും. കോപ്പറേഷൻ, മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് ആബ്സെൻസ് ഓഫ് കോൺഫ്ലിക്റ്റ്, അതായത് വലിയ സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവില്ല. അതാണ് ഗ്രൂപ്പിൻ്റെ യൂണിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കൊഹഷനിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതെന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്, യൂണിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നു. കോമൺ ആയിട്ടുള്ള നോംസിനെ ഫോം ചെയ്യാൻ പറ്റും. കോപ്പറേഷൻ എമംഗ് ദ മെമ്പേഴ്സിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതിനെ കൂട്ടാനായിട്ട് പറ്റും. ഇനി കൊഹസീവ് ഗ്രൂപ്പ്സ് ഹയർ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും, ബെറ്റർ എഫിഷ്യൻസി ആയിരിക്കും, അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് ഗ്രൂപ്പ് മൊറാലി ആയിരിക്കും. അതായത് ഹയർ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും, അവർ വാട്ട് എവർ ബി അവർ എന്തിലാണോ എൻഗേജഡ് ആവുന്നത് അതിൽ അവർ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ബെറ്റർ എഫിഷ്യൻസി ആയിരിക്കും, ഗ്രൂപ്പ് മൊറാലി ആയിരിക്കും. അപ്പോൾ ഈവൺ അണ്ടർ ദ കണ്ടീഷൻസ് ഓഫ് സ്ട്രെസ് ഓർ പ്രഷർ കൊഹസീവ് ഗ്രൂപ്പ് എപ്പോഴും ഇഫക്റ്റീവ് ആയിരിക്കും, ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ സർട്ടൻ ചലഞ്ചസ് ഒക്കെ ഈ ഗ്രൂപ്പ് കൊഹഷനെ ത്രെട്ടൻ ചെയ്യാം. ചിലപ്പോൾ സബ് ഗ്രൂപ്പ്സ് ഒക്കെ ഫോം ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റേറ്റസ് ഓർ പവറിൻ്റെ പേരിൽ ഗ്രൂപ്പ് മൊബിലിറ്റി വരാം. ഗ്രൂപ്പ് മൊബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഗ്രൂപ്പിൽ കുറച്ച് പേര് ഒരു അപ്വേർഡ് മൊബിലിറ്റി വരാം, അല്ലെങ്കിൽ ഒരു ഡൗൺവേർഡ് മൊബിലിറ്റി വരാം. അതായത് കുറച്ച് പേര് ഗ്രൂപ്പ് സംഘം ചേർന്ന് മാറി നിൽക്കുന്നതോ അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ വരാം. അപ്പോൾ അത് പലപ്പോഴും ഹോസ്റ്റിലിറ്റിയിലോ ഡിവിഷനിലോ, ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, പരസ്പര ശത്രുതയിലോ വിഭജനത്തിലോ ഒക്കെ അവസാനിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻറ്റേർണൽ ഫ്രാക്ചേഴ്സ് ഒക്കെ ലോസ് ഓഫ് കൊഹഷൻ അല്ലെങ്കിൽ ലോസ് ഓഫ് യൂണിറ്റിയിലേക്ക് ലീഡ് ചെയ്യാം. അത് ഗ്രൂപ്പ് ഇഫക്റ്റീവ്നെസ്, ഇപ്പം ഇതിൻ്റെ നെഗറ്റീവും പറയണമല്ലോ, ഗ്രൂപ്പ് കൊഹഷൻ യൂണിറ്റി എങ്ങനെ പോവാമെന്നുള്ളതും കൂടെ വരണം. അപ്പോൾ സബ് ഗ്രൂപ്പിൻ്റെ ഫോർമേഷൻ, സ്റ്റേറ്റസ് അല്ലെങ്കിൽ പവറും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഗ്രൂപ്പ് മൊബിലിറ്റിയെ റെസ്ട്രിക്റ്റ് ചെയ്യാം, പാർട്ടിസിപ്പേഷനെ റെസ്ട്രിക്റ്റ് ചെയ്യാം, ഹോസ്റ്റിലിറ്റി അല്ലെങ്കിൽ ഡിവിഷനൊക്കെ കൊണ്ടുവരാം. അപ്പം കൊഹഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഡെമോക്രാറ്റിക് ആൻഡ് സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർ വേണം. അങ്ങനെയുള്ളൊരു ലീഡർഷിപ്പാണ് ഫെയർനെസ്, ഇൻക്ലൂഷൻ, അതുപോലെ തന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷനൊക്കെ എൻഹാൻസ് ചെയ്യുള്ളൂ. അപ്പോഴാണ് എല്ലാ മെമ്പേഴ്സും ദേ വിൽ ഫീൽ വാല്യൂഡ് ആൻഡ് കണക്റ്റഡ്. അപ്പോൾ ഓവറോൾ ഗ്രൂപ്പ് കൊഹഷൻ ഇസ് വെരി എസെൻഷ്യൽ ഫോർ അച്ചീവിങ് ഷെയർഡ് സക്സസ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹാർമണി വിത്തിൻ എനി ടീം ഓർ ഓർഗനൈസേഷൻ. എങ്ങനെയൊക്കെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ മോട്ടിവേറ്റിംഗ് ചിൽഡ്രൻ എന്ന് പറയുന്നത്
വളരെ എസെൻഷ്യലാണ് ഫോർ കൾട്ടിവേറ്റിംഗ് എ പോസിറ്റീവ് ആൻഡ് ലാസ്റ്റിംഗ് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ്. ഇപ്പോൾ ടീച്ചേഴ്സിന് ഇതിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യാനുണ്ട് ഫോർ ഫോസ്റ്ററിങ് മോട്ടിവേഷൻ. അതിന് അവർക്ക് പല സ്ട്രാറ്റജീസും യൂസ് ചെയ്യാം ടു എൻകറേജ് ക്യൂരിയോസിറ്റി, എൻഗേജ്മെൻറ്റ് ആൻഡ് ജെന്യുവിൻ ലവ് ഫോർ ലേണിംഗ്. ഓക്കെ, അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് വേസ് ടു മോട്ടിവേറ്റ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് ആൻഡ് ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അവിടെ കുട്ടികൾക്ക് ദേ ഷുഡ് ഫീൽ ദാറ്റ് ദേ ആർ റെസ്പെക്റ്റഡ്, സേഫ് ആൻഡ് അക്സെപ്റ്റഡ് എന്നുള്ളതാണ്. ആൻഡ് അങ്ങനെയുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ദേ ആർ മോർ ലൈക്ലി ടു പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി, കൂടുതൽ ആക്റ്റീവായിട്ട് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ക്വസ്റ്റ്യൻസിനെ എൻകറേജ് ചെയ്യും, അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റിയെ സെലിബ്രേറ്റ് ചെയ്യും, ഒരു സ്ട്രോങ് ഇമോഷണൽ ഫൗണ്ടേഷൻ കൊടുക്കും. രണ്ടാമത്തത് ക്ലിയർ ആൻഡ് അച്ചീവബിൾ ഗോൾസ് കൊടുക്കുക. ചിൽഡ്രനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവരെന്തിനാണ് വർക്ക് ചെയ്യുന്നത്, എന്തിനാണ് അവർ പഠിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അവരുടെ ടാസ്കുകളെ മാനേജബിൾ സ്റ്റെപ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തും കൊടുക്കാം. അത് അവരെ കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഗ്രൂപ്പ് വർക്ക്, റോൾ പ്ലേസ്, ഹാൻഡ് ഓൺ ആക്ടിവിറ്റീസ്, അതൊക്കെ കൂടുതൽ ലേണിങ്ങിനെ എൻജോയബിൾ ആക്കും, മെമ്മറബിൾ ആക്കും. ഈ സ്ട്രാറ്റജീസ് കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടാണ്, കൂടുതൽ പാർട്ടിസിപ്പൻസ് ആവാനായിട്ട്, അല്ലെങ്കിൽ ആക്റ്റീവ് ലിസണേഴ്സ് അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആക്കും മോർ ദാൻ പാസീവ് ലിസണേഴ്സ്. ഇനി ടെക്നോളജിയും ഇൻട്രാക്റ്റീവ് ടൂൾസും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഓഡിയോ വിഷ്വൽ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കും. അതുപോലെ തന്നെ ഓട്ടോണമി ആൻഡ് ചോയ്സ് ഒക്കെ കൊടുക്കാം. കുട്ടികൾക്ക് ഇപ്പോൾ ഏതെങ്കിലും അസൈൻമെൻറ്റോ പ്രോജക്റ്റോ ടോപ്പിക്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സെൽഫായിട്ട് പിക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ കൊടുക്കാം. റെഗുലർ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കാം. റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസുമായിട്ട് ലെസൺസിനെ കണക്ട് ചെയ്യാം. പിയർ ലേണിംഗ് ആൻഡ് കൊളാബറേഷൻ എൻഗേജ് ചെയ്യാം. അതൊരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഒക്കെ ബിൽഡ് ചെയ്യാം. അതുപോലെ ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സ് ആയിട്ട് കുട്ടികൾക്ക് എക്സ്പോസ് ചെയ്യാം. ഒരു പ്രൊമോട്ടിങ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാം. ഫൺ ആൻഡ് ക്രിയേറ്റീവ് ആക്കാം. റിയൽ ലൈഫ് മോഡൽസ് കൊടുക്കാം. ഇൻഡിവിജ്വൽ ലേണിംഗ് നീഡ്സ് ഒക്കെ കൊടുക്കാം. മോട്ടിവേഷൻ എന്ന് പറയുന്നത് നർച്ചർ ചെയ്യുക, സ്റ്റിമുലേറ്റ് ചെയ്യുക, ഇൻക്ലൂസീവ് ആക്കുക, സ്റ്റുഡൻസിനെ റെസ്പെക്റ്റ് ചെയ്യുക, ചലഞ്ച് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക. നോട്ട് ഓൺ ലേണിംഗ് സ്റ്റൈൽ. ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു പ്രിഫേർഡ് വേ ആൻഡ് ഇൻഡിവിജ്വൽ പ്രോസസ്സസ്, ഇൻട്രപ്റ്റ്സ് ആൻഡ് റിറ്റെയിൻസ് ഇൻഫർമേഷൻ. അതായത് ഒരു വ്യക്തി ഒരു ഇൻഡിവിജ്വലിനെ പ്രോസസ്സ് ചെയ്യുന്നതും ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നതും ആ ഇൻഫർമേഷനെ റിറ്റെയിൻ ചെയ്യുന്നതുമായ ഒരു മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു രീതിയുണ്ട്. അതിനെയാണ് ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുക. അപ്പോൾ ലേണിംഗ് സ്റ്റൈൽസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എഡ്യൂക്കേറ്റേഴ്സിന് എങ്ങനെ ലെസൺസ് ഡിസൈൻ ചെയ്യണം, എങ്ങനെ കുട്ടികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇതിനെ ഫ്രെയിം ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ ബെറ്റർ എൻഗേജ്മെൻറ്റ് ആൻഡ് റിട്ടൻഷൻ ഓഫ് നോളേജ് എൻഷുർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഓരോരുത്തരുടെയും ലേണിംഗ് സ്റ്റൈൽസ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് പല മോഡൽസും ഉണ്ട്, തിയറീസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ലേണിംഗ് സ്റ്റൈൽസിനെ നമുക്ക് പ്രധാനമായിട്ടും വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് കൈനസ്തെറ്റിക്സ് ടൈപ്സ് ആയിട്ട് മാറ്റാം. അപ്പോൾ ആദ്യം ടൈപ്പ് ഓഫ് ലേണിംഗ് സ്റ്റൈൽസ് നോക്കാം. വിഷ്വൽ ലേണേഴ്സ് ഉണ്ട്. വിഷ്വൽ ലേണേഴ്സ് എങ്ങനെയാണ്? അവരധികവും കാണുന്നതിനാണ് താല്പര്യപ്പെടുന്നത്. അതായത് വിഷ്വൽ എയ്ഡ്സിനെ യൂസ് ചെയ്യുക. കൂടുതലായിട്ടും കാഴ്ചകളാണ് അവർ ഉദ്ദേശിക്കുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിമെമ്പർ ഇൻഫർമേഷൻ. ഇത്തരത്തിലാണ് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അതായത് ത്രൂ പിക്ചേഴ്സ് ആയിരിക്കാം, ത്രൂ ഇമേജസ് ആയിരിക്കാം, അല്ലെങ്കിൽ വീഡിയോസ് ആവാം, ചാർട്ട്സ് ആവാം. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ, ചാർട്ട്സ്, ഡയഗ്രാംസ്, വീഡിയോസ്, റിട്ടൺ ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഇൻഫർമേഷൻ റിട്ടേൺ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും പറ്റും. അപ്പോൾ വിഷ്വൽ ലേണറിന് കൂടുതൽ ബെനിഫിറ്റ് ആവുന്നത് ഒരു ഫ്ലോ ചാർട്ടിൽ നിന്നായിരിക്കാം. എക്സ്പ്ലെയിനിങ് എ പ്രോസസ് ഓർ എ ഗ്രാഫ് ഷോയിങ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. അടുത്തത് ഓഡിറ്ററി ലേണേഴ്സ്. ഓഡിറ്ററി ലേണേഴ്സ് അബ്സോർബ് ചെയ്യുന്നത് അവർ കേൾക്കുന്നതിലൂടെയാണ്. അപ്പോൾ ഡിസ്കഷൻസ്, ലെക്ചേഴ്സ്, ലിസണിങ് ഓർ എക്സ്പ്ലനേഷൻസ് ആയിരിക്കും അവരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുക. റീഡിങ് അലൗഡ്, ലിസണിങ് ടു റെക്കോർഡിങ്സ് ഓർ ലെസൺസ് ആയിരിക്കും അവരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ഡിസ്കഷനും പോഡ്കാസ്റ്റും ഓറൽ പ്രസൻറ്റേഷൻസും അവരെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് കൈനസ്തെറ്റിക് ലേണേഴ്സ്. കൈനസ്തെറ്റിക് ലേണേഴ്സ് ഹാൻഡ്സ് ഓൺ ലേണേഴ്സ് ആണ്. അവർ കൂടുതലായിട്ടും ലേൺ ചെയ്യുന്നത് ഫിസിക്കൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തു പഠിക്കുക. അപ്പോൾ ദ എൻഗേജ് വിത്ത് ദ മെറ്റീരിയൽ ബൈ ഇൻട്രാക്ടിങ് വിത്ത് ഒബ്ജക്ട്സ്, എക്സ്പെരിമെൻറ്റിങ് ആൻഡ് ഫിസിക്കലി പാർട്ടിസിപ്പേറ്റിംഗ് ഒക്കെ ആയിരിക്കും. ഈ ലേണേഴ്സ് ബെനിഫിറ്റ് ചെയ്യുന്നത് റോൾ പ്ലേയിങ്, എക്സ്പെരിമെൻറ്റ്സ്, ഫീൽഡ് ട്രിപ്സിലൊക്കെയാണ്. അപ്പം ബേസിക്കലി അവർ ഒരു കോൺസെപ്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാനാണ് താല്പര്യപ്പെടുന്നത്, റാദർ ദാൻ ജസ്റ്റ് സീയിങ്, ഹിയറിങ് ഓർ സീയിങ് ദം. ഇനി എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? ഇപ്പോൾ ഡൈവേഴ്സ് ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ടെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുക, മനസ്സിലാക്കുക. അത് ഒരു ക്ലാസ് റൂമിൽ ടീച്ചിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ എൻഹാൻസ് ചെയ്യാം. അതുപോലെ തന്നെ ടീച്ചിങ് മെത്തേഡ്സുമായിട്ട് ഇത് യൂസ് ചെയ്യുക. സ്റ്റുഡൻറ്റിൻ്റെ ലേണിംഗ് പ്രിഫറൻസസ് ഒക്കെ എല്ലാ എഡ്യൂക്കേറ്റേഴ്സും മനസ്സിലാക്കണം. അപ്പോൾ ഈ പല മെത്തേഡ്സും നമ്മൾ യൂസ് ചെയ്താൽ മാത്രമാണ്
എല്ലാ തരത്തിലുള്ള കുട്ടികളെയും നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ലേണിംഗ് സ്റ്റൈൽസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഒരു അവയർനെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ബാന്ദുരയുടെ സോഷ്യൽ ലേണിംഗ് തിയറി, ആൽബർട്ട് ബാന്ദുരയുടെ സോഷ്യൽ ലേണിംഗ് തിയറി സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ലേണിംഗ് ഒബ്സർവേഷൻ, ഇമിറ്റേഷൻ ആൻഡ് മോഡലിങ്ങിലൂടെ നടക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മോഡലിംഗ് തിയറി അല്ലെങ്കിൽ മോഡൽ തിയറി എന്നും പറയുന്നുണ്ട്. അതായത് ഇവിടെ സോഷ്യൽ ഇൻഫ്ലുവൻസിനും ലേണിംഗ് പ്രോസസ്സിൽ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ തിയറി ഡെവലപ്പ് ചെയ്യുന്ന 1960s ബിഹേവിയറിസ്റ്റ് വ്യൂസിൽ നിന്നും കുറച്ചും കൂടി ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഇതെന്ന് പറയുന്നത്. ഇത് ഹ്യൂമൻസ് ലേൺ ചെയ്യുന്നത് ഡയറക്റ്റ് എക്സ്പീരിയൻസസിലൂടെ മാത്രമല്ല, പക്ഷെ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്തും അവർ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ കീ കോമ്പണൻസിൽ ഫസ്റ്റ് ഒബ്സർവേഷണൽ ലേണിംഗ് അല്ലെങ്കിൽ മോഡലിംഗ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒബ്സർവേഷണൽ ലേണിങ്ങിൽ ലേണിംഗ് ഒക്കർ ചെയ്യുന്നത് ഈസ് ത്രൂ when the individual learn by watching the behavior of others and the consequences of those behaviors produce. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ട്, ഒരു മൂത്ത കുട്ടിയുണ്ട്, ഇളയ കുട്ടിയുണ്ട്. അപ്പോൾ മൂത്ത കുട്ടി ഒരു ബിഹേവിയർ കാണിക്കുന്നു, നല്ല മാർക്സ് വാങ്ങിക്കുന്നു. അപ്പോൾ പാരൻസ് ആ കുട്ടിക്ക് ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ ബിഹേവിയറും അതിന് കിട്ടിയിട്ടുള്ള കോൺസിക്വൻസും അനുസരിച്ചിട്ട് ആ യങ്ങർ ചൈൽഡും എന്ത് ചെയ്യും, ആ ഒരു ബിഹേവിയറിനെ റീപ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. പീപ്പിൾ എസ്പെഷ്യലി ചിൽഡ്രൻ ലേൺ ന്യൂ ബിഹേവിയേഴ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇമോഷണൽ റെസ്പോൺസസ് ബൈ ഒബ്സർവിങ് അതേഴ്സ്. അപ്പോൾ ഇവരുടെ ആരെയാണോ ഇവർ ആ മോഡലായിട്ട് സ്വീകരിക്കുന്നത് അവരെയാണ് നമ്മൾ മോഡൽസ് എന്ന് വിളിക്കുക. അപ്പോൾ ചൈൽഡ് ലേൺസ് ഹൗ ടു പ്ലേ എ ഗെയിം ബൈ വാച്ചിങ് അതേഴ്സ് പ്ലേ. മറ്റുള്ളവർ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന കണ്ടിട്ട് ആ കുട്ടി അത് മനസ്സിലാക്കുന്നു. അതാണ് ഒബ്സർവേഷണൽ ലേണിംഗ് അല്ലെങ്കിൽ മോഡലിംഗ്. മറ്റൊരാൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ട് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത് മിയർ കോപ്പിങ് അല്ല, മിയർ ഇമിറ്റേഷൻ അല്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് അറ്റൻഷൻ. അതായത് ഈ ഒബ്സർവേഷൻ ലേണിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ ലേണർ എന്ത് ചെയ്യണം, ആ ഫസ്റ്റ് ഹി ഓർ ഷീ മസ്റ്റ് പേ അറ്റൻഷൻ ടു ദ മോഡൽ. അപ്പോൾ എന്തൊക്കെയാണ് ഈ അറ്റൻഷൻ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മോഡലിൻ്റെ യുണീക്നെസ്, എത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ള മോഡലാണ്, അട്രാക്റ്റീവാണ് ആൻഡ് റിലവൻസ് ടു ദ ലേണർ. അപ്പോൾ ഇഫ് ദ ലേണർ ഈസ് നോട്ട് ഫോക്കസ്ഡ് ഓൺ ദ മോഡൽ, അവർ ആ ബിഹേവിയർ അബ്സോർബ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ മോഡൽ പാരൻസ് ആവാം, പിയർ ഗ്രൂപ്പ് ആവാം, ടീച്ചേഴ്സൊക്കെ മോഡൽസ് ആവാട്ടോ. ഇനി അടുത്തത് റിട്ടൻഷൻ. ഇനി ഈ മോഡൽ ഇപ്പോൾ ചെറിയ കുട്ടികൾ ഈ അറ്റൻഷൻ എന്നൊക്കെ ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അച്ഛൻ ഇട്ട പോലെ ഷർട്ട് ഇടുക, അതൊക്കെ എന്താണ്, അവർ അച്ഛൻ്റെ ഒരു മോഡലായി കാണുന്നത് കൊണ്ടാണ് അച്ഛൻ്റെ ബിഹേവിയറിനെ കോപ്പി ചെയ്യുന്നത്. അടുത്തത് റിട്ടൻഷൻ. ഈ മോഡലിനെ ഒബ്സർവ് ചെയ്തതിന് ശേഷം ഈ ഇൻഫോർമേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ആ ബിഹേവിയറിനെ റീപ്രൊഡ്യൂസ് ചെയ്യും. ഇതിനാണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. റിട്ടൻഷനിൽ എബിലിറ്റി ടു റിമെമ്പർ വാട്ട് വാസ് ഒബ്സർവ് ആൻഡ് മെൻ്റലി റിഹേഴ്സ് ചെയ്യാം, ഫിസിക്കലി റിഹേഴ്സ് ചെയ്യാം. റിട്ടൻഷനിൽ മെൻ്റലി റിഹേഴ്സലാണ് റിട്ടൻഷൻ, ഫിസിക്കൽ റിഹേഴ്സലാണ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷനിൽ എന്താന്ന് പറഞ്ഞാൽ ആ ഒബ്സർവ്ഡ് ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു. ഇതിൽ ആ കുട്ടിയുടെ ഫിസിക്കൽ എബിലിറ്റി ആൻഡ് പ്രാക്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്ത് റിട്ടേൺ ചെയ്ത് അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്താൽ മാത്രമാണ് ആ സ്കില്ല് അല്ലെങ്കിൽ ആ കാപ്പബിലിറ്റി ആ കുട്ടിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുള്ളൂ. പിന്നെ വരുന്നതാണ് മോട്ടിവേഷൻ. ഇതാണ് കോമ്പണൻസ് ഓഫ് സോഷ്യൽ ലേണിംഗ് തിയറിയുടെ കോമ്പണൻസ് ആണ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഫൈനൽ കോമ്പണൻ്റ് ആണ്. അപ്പോൾ ആ ബിഹേവിയറിനെ ഈ കുട്ടി ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് അനുസരിച്ചിട്ടാണ് പിന്നെ ആ കുട്ടി ആ ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇതിന് കിട്ടുന്ന ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ആ ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യും, നെഗറ്റീവ് ആണെങ്കിൽ ആ ബിഹേവിയർ എന്ത് ചെയ്യില്ല, കണ്ടിന്യൂ ചെയ്യില്ല. അതുകൊണ്ടാണ് ഇപ്പം പലപ്പോഴും പാരൻസ് ഒക്കെ പല മൂത്ത കുട്ടികളെ കണ്ടിട്ടാണ് ഇളയ കുട്ടികൾ പഠിക്കുന്നത് എന്ന്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു മോഡലായിരിക്കണം എന്ന് പറയുന്നത് ഈസ് ബിക്കോസ് ഓഫ് ദിസ് സോഷ്യൽ ലേണിംഗ് തിയറി. അപ്പോൾ ഇതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും, അതായത് ഇപ്പോൾ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യണം, പോസിറ്റീവായിട്ടാണ് നമ്മൾ അതിൻ്റെ കോൺസിക്വൻസ് എങ്കിൽ ഈ കുട്ടി ആ ലേണിംഗ് കണ്ടിന്യൂ ചെയ്യും. നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ആ ബിഹേവിയറിനെ അവോയ്ഡ് ചെയ്യും. ഇഫ് എ ചൈൽഡ് ഒബ്സർവ്സ് ദെയർ പിയർ ബീങ് പ്രൈസ്ഡ് ഫോർ ആൻസറിങ് എ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി നന്നായിട്ട് ആൻസറൊക്കെ പറയുന്നുണ്ട്, ആ കുട്ടിയെ പ്രൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറൊരു കുട്ടിയും അത് മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് കോൺസെപ്റ്റ്സും കൂടി പറയുന്നുണ്ട്. പിന്നെ ഇതിൽ അത് വേണ്ടായിരിക്കും. ഈ ബോബോ ഡോൾ എക്സ്പെരിമെൻ്റ് ഒന്ന് നോക്കാം. അതായത് ഈ ബോബോ ഡോൾ എക്സ്പെരിമെൻ്റ് ഈ തിയറി പ്രൂവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചാണ്. ഒരു കുട്ടിയെ ഒബ്സർവ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ് ഒരു അഡൾട്ട് മോഡലിനെ വെച്ചിട്ട്. ഒരു ഡോളിനെ കൊടുത്തിട്ട് അതിനോട് അഗ്രസീവായിട്ട് ഈ അഡൾട്ട് മോഡൽ ബിഹേവ് ചെയ്യാണ്. ഈ ഒരു പെർഫോമൻസ് ഒബ്സർവ് ചെയ്ത് കുട്ടി എന്ത് ചെയ്യാണ്, ഈ അഗ്രസീവ് ബിഹേവിയർ തന്നെയാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ആ സെയിം ഡോളുമായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് ടു ഇൻട്രാക്ട് വിത്ത്. അതാണ് ആൽബർട്ട് ബാന്ദുരയുടെ ബോബോ ഡോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് സോഷ്യൽ ലേണിംഗ് തിയറി ഒരു ഹൗ പീപ്പിൾ ലേൺ
എന്നുള്ളത് ബേസ്ഡ് ഓൺ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്നുള്ളതിനെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത ഒന്നാണ് ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ്. ഇപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻട്രാക്ഷനിലൂടെ മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ ദ പ്രൊഡക്റ്റ് ഓഫ് ഒബ്സർവിങ് ആൻഡ് ഇമിറ്റേഷൻ ഓഫ് ദി അതേഴ്സ് എന്നും കൂടി ഇതിൽ വരുന്നുണ്ട്. ഇനി എബിംഗ്ഹാംസിൻ്റെ കർവ് ഓഫ് ഫൊഗറ്റിംഗ്. ഓക്കെ, ഹെർമൻ എബിംഗ്ഹാംസിൻ്റെ കർവ് ഓഫ് ഫൊഗറ്റിംഗിൽ അദ്ദേഹം പറയുന്നത് മെമ്മറി റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടാണ്. ജർമ്മൻ സൈക്കോളജിസ്റ്റാണ്. ലേറ്റ് 19th സെഞ്ച്വറിയിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത് ദ ഡിക്ലൈൻ ഓഫ് മെമ്മറി റിട്ടൻഷൻ ഓവർ ടൈം. എങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ മറന്നു പോകുന്നത് ആഫ്റ്റർ പെർട്ടിക്കുലർ ടൈം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ച് ഫസ്റ്റ് ഫ്യൂ അവേഴ്സിൽ തന്നെ അതിന് 50% നമ്മൾ മറന്നു പോകും. ഇതിനു വേണ്ടി അദ്ദേഹം യൂസ് ചെയ്തത് നോൺ സെൻസിബിൾ ആയിട്ടുള്ള സിലബിൾസ് ആണ്. അതായത് ഒരിക്കലും ഒരു പ്രയർ നോളജിൽ എക്സിസ്റ്റ് ചെയ്യാത്ത കുറേ കാക്കി ഇക്കു എന്നൊക്കെ പറഞ്ഞ് കുറേ ഫു ജോ എന്നൊക്കെ പറഞ്ഞ് കുറേ യാതൊരു അർത്ഥമില്ലാത്ത കുറച്ച് വേർഡ്സ് പറയുന്നു. അത് എത്രത്തോളം ഓർക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് അവർ ഓഫ് ലേണിംഗിൽ തന്നെ 50% അത് മറന്നു പോകുന്നതാണ് പറയുന്നത്. ഇനി ഈ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ഡിക്ലൈൻ ഉണ്ടല്ലോ, അതായത് ആദ്യത്തെ 1 മണിക്കൂറിലുള്ള മറവിക്ക് ശേഷം പിന്നീട് ഈ മെമ്മറി സ്റ്റെബിലൈസ് ചെയ്യുകയും ഇൻഫർമേഷൻ കുറച്ച് നാളത്തേക്ക്, ഇപ്പോൾ നമ്മൾ ഈ പഠിച്ചാൽ 50% മറന്നു പോയാലും ബാക്കി 50% എന്തായാലും തലയിൽ നിൽക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ റിപ്പീറ്റേഷൻ്റെ റൂള് പറയുന്നുണ്ട്. അതായത് നമുക്ക് ഈ 50% നമ്മൾ മറന്നുപോയി, പക്ഷെ ബാക്കി അത് ഓർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം സ്പേസ്ഡ് റിപ്പീറ്റേഷൻ, ഇടയ്ക്കിടയ്ക്ക് ചെന്നത് റിവൈസ് ചെയ്യുകയും അതിനെ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യണം. എങ്കിൽ മാത്രമാണ് മെമ്മറിയിൽ അത് റിറ്റൻഷൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ റാപ്പിഡായിട്ട് നമ്മളത് ഫോർഗെറ്റ് ചെയ്യും. മെമ്മറി റിറ്റൻഷൻ ആൻഡ് ഫോർഗെറ്റിംഗ് കർവിൽ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ലേൺഡ് ഇൻഫർമേഷൻ എന്നുള്ളതിനെ നമ്മൾ റിട്ടേൺ ചെയ്യണമെന്നെങ്കിൽ ഇൻ്റർവെൽസിൽ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ അതിനെ റിപ്പീറ്റ് ചെയ്യുക, റീവിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഇൻഫർമേഷൻ ലേൺഡ് ഇൻ ഐസൊലേഷൻ, ഒരു മീനിങ് ഫുൾ കോണ്ടെക്സ്റ്റില്ലാതെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകും. അത് ലേണിംഗ് ഷുഡ് ബി ഡൺ വിത്ത് അസോസിയേഷൻ എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. ഇനി ബേസിക് എലമെൻറ്റ്സ് ഓഫ് കോപ്പറേറ്റീവ് ലേണിംഗ്. കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജിയാണ്. ഇവിടെ സ്റ്റുഡൻസ് വർക്ക് ടുഗെദർ ഇൻ സ്മോൾ ഗ്രൂപ്പ്സ് ടു അച്ചീവ് എ കോമൺ ഗോൾ. ഇവിടെ കൊളാബറേഷൻ ഉണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻ ആൾസോ എൻഹാൻസസ് ലേണിംഗ് ഔട്ട്കംസ്. അപ്പോൾ ബേസിക് എലമെൻറ്റ്സ് ഓഫ് കോപ്പറേറ്റീവ് ലേണിംഗിൽ ഒന്ന് പോസിറ്റീവ് ഇൻ്റർഡിപ്പെൻഡൻസ്. പോസിറ്റീവ് ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് എല്ലാ ഗ്രൂപ്പ് മെമ്പറും ഓരോ ഗ്രൂപ്പ് മെമ്പറിൻ്റെയും സക്സസ് എന്താണ്, സക്സസ് ഓഫ് അതേഴ്സ് ആണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ എല്ലാവരോടും, ഇപ്പോൾ നമ്മളൊരു കുട്ടികളെ ഒരു ഗ്രൂപ്പായി തിരിക്കുന്നിട്ട് പറയും നിങ്ങളെല്ലാവരും എബോവ് 40, 50ൽ എബോവ് 40 സ്കോർ ചെയ്യണം. അപ്പോൾ ആ ഗ്രൂപ്പ് മെമ്പർ കളക്റ്റീവായിട്ട് ആ ഗോളിന് വേണ്ടി വർക്ക്. അപ്പോൾ ഓരോരുത്തരുടെയും സക്സസ് എന്താണ്, ആ ഗ്രൂപ്പ് മെമ്പറിൻ്റെ ടോട്ടൽ സക്സസ് ആണ്. ഓക്കെ, കോപ്പറേറ്റീവ് ലേണിംഗിൽ സ്റ്റുഡൻസ് മസ്റ്റ് വർക്ക് ടുഗെദർ ടു അച്ചീവ് ഷെയർഡ് ഗോൾസ് ആൻഡ് ദ സക്സസ് ഓഫ് വൺ ഇൻഡിവിജ്വൽ ഡിപ്പെൻഡ്സ് ഓൺ ദി കോൺട്രിബ്യൂഷൻ. എല്ലാവരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇതൊരു മ്യൂച്വൽ ഡിപ്പെൻഡൻസിയും അതുപോലെ തന്നെ കോപ്പറേഷൻ ടീം വർക്കിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യും. ഇനി ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി. ഇവിടെ കോപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ എസെൻഷ്യലാണ്. ഓരോ സ്റ്റുഡൻറ്റും ദേ ആർ ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ ദെയർ ഓൺ ലേണിംഗ് ആൻഡ് കോൺട്രിബ്യൂഷൻസ്. ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ആരും അവിടെ കോപ്പറേറ്റ് ചെയ്യാതെ ഒരിക്കലും നിൽക്കാനായിട്ട് പറ്റില്ല. എല്ലാവരും അവരുടേതായ കോൺട്രിബ്യൂഷൻ അതിലേക്ക് കൊടുത്തിരിക്കണം. ഇനി ഫേസ് ടു ഫേസ് പ്രൊമോട്ടീവ് ഇൻട്രാക്ഷൻ. ഈ എലമെൻറ്റിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിൽ ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ആണുള്ളത്. ഇവിടെ ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ആക്റ്റീവ് ലിസണിങ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്കഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ പല കോൺസെപ്റ്റുകൾ മറ്റ് കാര്യങ്ങളൊക്കെ അവർ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്, ഓരോരുത്തരുടെയും ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, പിയർ ടീച്ചിങ് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഫേസ് ടു ഫേസ് പ്രൊമോട്ടീവ് ഇൻട്രാക്ഷൻ്റെ ഭാഗമാണ്. പറയാവുന്ന എക്സാമ്പിൾസ് ആണ് ബ്രെയിൻ സ്റ്റോമിങ് സെക്ഷൻസ് ഒക്കെ. അടുത്തത് സോഷ്യൽ സ്കിൽസ്. ഇപ്പോൾ കോപ്പറേറ്റീവ് ലേണിങ്ങിലൂടെ കുട്ടികൾക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, സോഷ്യൽ സ്കിൽസ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ടീം വർക്ക്. ഓക്കെ, ഇനി അടുത്തത് ഗ്രൂപ്പ് പ്രോസസ്സിംഗ്. ഗ്രൂപ്പ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ it involves reflecting on and evaluating how well the group is working together. This element encourages students to assess their group dynamics, the quality of their collaboration, the effectiveness of their individual contribution. ഫീഡ്ബാക്കും ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ്. സ്ട്രക്ചേർഡ് ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ്. അതായത് ലേണിംഗ് ആക്ടിവിറ്റീസ് വളരെ സ്ട്രക്ചേർഡ് ആണ്. ദേ ഷുഡ് ബി പ്രൊമോട്ട് ഇൻ്റർഡിപ്പെൻഡൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആയിരിക്കണം. കൺക്ലൂഷനിൽ പറയുകയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടീച്ചിങ് സ്ട്രാറ്റജിയാണ് കൊളാബറേഷൻ, ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി, സോഷ്യൽ ഇൻട്രാക്ഷൻ ഒക്കെ നമ്മളെ പഠിപ്പിക്കാം. ഈ ബേസിക് എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് കുട്ടികളെ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യാൻ വിത്ത് ദ കണ്ടന്റ്. ദേ വിൽ ലേൺ ഫ്രം ഈച്ച് അതർ ആൻഡ് ദേ വിൽ ഓൾസോ ഡെവലപ്പ് വാല്യുബിൾ സോഷ്യൽ ആൻഡ് അക്കാദമിക് സ്കിൽ.